ഹലോ എവറിബഡി, ലൈറ്റ്സ് ഔട്ട് മലയാളം എന്ന ഫോമുല 1 ചാനലിലോട്ട് സ്വാഗതം. മൈസെൽഫ് സിദ്ധാർത്ഥ്, കൂടെയുള്ളത് കാർത്തിക് ആൻഡ് രാഹുൽ. നമ്മളിന്ന് ഇരിക്കുന്നത് ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ വീക്കെൻഡിന് ശേഷമാണ്. 2026 സീസണിലെ ആദ്യത്തെ 3 റേസും കഴിഞ്ഞ് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ലോങ് ബ്രേക്കിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. വളരെ ഇവന്റ്ഫുൾ ആയ ഒരു ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ ആയിരുന്നു. ഈ ഒരു സീസൺ സമറൈസ് ചെയ്യുന്ന പല ഇൻസിഡൻസും ഒരുമിച്ച് നടന്നൊരു ഒരു റേസ് വീക്കെൻഡ് ആയിരുന്നു. നമുക്ക് വൈകാതെ തന്നെ ഫസ്റ്റ് മേജർ ടോക്കിംഗ് പോയിന്റിലോട്ട് കിടക്കാം. ഒലിവർ ബേമന്റെ ആക്സിഡന്റ്. രാഹുൽ, ഒലിവർ ബേമൻ മിക്ക ഡ്രൈവേഴ്സിനോടും ചോദിച്ചാൽ പറയും ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം കമ്മിങ്, പലരും വാൺ ചെയ്ത ഒരു ഇൻസിഡന്റ് ആണെന്നൊക്കെ പറയും. ടെക്നിക്കൽ സൈഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ ദ ക്ലോസിംഗ് സ്പീഡ്സ് ആർ വെരി ഡിഫറെന്റ്. ലൈക്ക് 90 km/h അടുത്താണ്. റിയാക്ഷൻ ടൈം ഉണ്ടായിരുന്നില്ല. കോളപ്പിന്റെ ഈ പറഞ്ഞ പോലെ റീചാർജ് മോഡിലായിരുന്നു. വേർമനാണെങ്കിൽ ഫുൾ ഡിപ്ലോയ്മെന്റ് ആണ്. ബോത്ത് ടു എക്സ്ട്രീംസ്. ഓൾസോ കോളപ്പിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആള് ലൈൻസ് ഒക്കെ നോക്കുമ്പോൾ കവർ ചെയ്യാൻ നോക്കിയിരുന്നു ആളുടെ ഓവർടേക്ക്. ബട്ട് സ്റ്റിൽ ബാക്കി ആരും പറയും ഇത് വാൺ ചെയ്ത ഒരു ആക്സിഡന്റ് ആണ്, എഫ്ഐയുടെ അടുത്താണ് ഫൈനലി ബ്ലെയിം എന്നൊക്കെ പറയാം. ആൻഡ് ഇത് ഈ റെഗുലേഷൻസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു മേജർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്ന അതേസമയം ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇസ് ദർ. തിങ് ഈസ്, ഈ ബാറ്ററി ഒന്ന് ഫുൾ ടൈം ഡ്രൈവറിന്റെ കയ്യിലോ അല്ല, ഇറ്റ്സ് എ സെൽഫ് ലേണിംഗ് സിസ്റ്റം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിപ്ലോയ്മെന്റ് ആണ് കുറെ. പണ്ടത്തെ കേസ് പോലെയല്ല. അപ്പോ അത് ഈ ആക്സിഡൻസിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് അപ്പോൾ കൂടുതലാണ്. ഡിഫറെന്റ് കാർസ് ആർ ഡിഫറെന്റ് ലേണിംഗ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ ഇതിപ്പോ എങ്ങോട്ടാണ് ഇത് പോവാന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പോ FIA ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നൊരു പിടിയില്ല. പിന്നെ ബിയർമാന്റെ കാര്യത്തില് ആള് ആ ആക്സിഡന്റ് ഒഴിവാക്കാൻ ഹി കട്ട് ടു ദ ലെഫ്റ്റ്, ഗ്രാസിലോട്ട് കയറി. ആ സ്പീഡില് there's nothing he can do. വൺ ഓഫ് കൊളപ്പിന്റെ ഫ്രണ്ടിൽ കണ്ടാണ് കാറ് നിലം തൊടാതെയാണ് പോയി വാളില്. ആൻഡ് ഹി വാസ് ഈവൻ ലിംപിങ്. പക്ഷെ താങ്ക്സ് ടു ഗോഡ് ആൾക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. എന്താണ് ഒരു ചെറിയ ഹോപ്പിംഗ് ഒക്കെ കണ്ടു. ബട്ട് ഐ ഗെസ് ഇറ്റ്സ് മോർ ഡൗൺ ടു ഹിസ് ഹൈറ്റ് ഓൾസോ. കാരണം ഭയങ്കര ടോളസ്റ്റ് ഡ്രൈവറാണ്. കോക്പിറ്റ് പൊസിഷൻ ഒക്കെ ഭയങ്കര സ്റ്റിഫാന്നാണ് ആളുടെ പറയണത്. അപ്പോൾ കുറച്ചും കൂടെ അതാണ്. ബട്ട് ഈവൻ വിത്ത് ദ സേഫ്റ്റി, ഇന്നത്തെ F1 അല്ലെങ്കിൽ ഫോർമുല 1 കാർസിന്റെ സേഫ്റ്റി വെച്ച് നോക്കിയിട്ട് ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഒരു ഡ്രൈവർ ഇങ്ങനെ ഹോപ്പ് ചെയ്യണതെങ്കിലും നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇറ്റ്സ് എ സ്കേറി സൈറ്റ്. ശരിക്കും 50G ഇമ്പാക്ട് മാക്സിന്റെ സിൽവർസ്റ്റൺ സ്റ്റണ്ട് കഴിഞ്ഞിട്ട് 50G ഇമ്പാക്ട് മേ ബി ഇതായിരിക്കും. അപ്പോ സ്കേറി ടൈംസ്. ആൻഡ് ഫ്രാങ്കോ, ഐ ഡോണ്ട് നോ, ഇപ്പൊ ആളെ ബ്ലെയിം ചെയ്തിട്ടാണെങ്കിലും ഇപ്പൊ മേ ബി സം അതർ ടൈം സം അതർ ആക്സിഡന്റ് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇതേ സംഭവം പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതിന് എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്നറിയില്ല. ഇറ്റ്സ് ഡൗൺ ടു FIA ടു ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് ഈ ഫുൾ ഡിപ്ലോയ്മെന്റ്, ഹാഫ് ബാറ്ററി ഡിപ്ലോയ്മെന്റ് അറ്റ് എനി ടൈം ഫോർ എനി വൺ, ഡിഫറെന്റ് ടൈംസ് എന്നൊക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ്. ഒരു ബേസ് ലെവൽ അല്ലെങ്കിൽ ഒരു ത്രഷ് ഹോൾഡ് എന്തെങ്കിലും വെച്ചാൽ ഇത്രയും ഉള്ള എക്സ്ട്രീംസ് സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് ഇത് ശരിക്കും ഒരു വാർണിംഗ്. ആൻഡ് FIA ലക്ലി ഗോട്ട് ഐ തിങ്ക് എ മന്ത്സ് ടൈം. രണ്ട് GPs ക്യാൻസൽ ആയതുകൊണ്ട് ദേ ഹാവ് ടൈം ടു ഫിഗർ ഔട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. ആൻഡ് മയാമിക്ക് മുന്നേ ഐ തിങ്ക് വി മൈറ്റ് സീ സം മൈനർ ചേഞ്ചസ്. ക്വാളിഫയിങ്ങിലേക്ക് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അവര്, ഈ റീചാർജിങ് ടു മേക്ക് ക്വാളിഫയിങ് മോർ എക്സൈറ്റിംഗ്. സോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരും. ഇത് ട്രിഗർ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കി വേണം കാണാൻ. തീർച്ചയായിട്ടും ഫിയ ഇത്രയും ദിവസം ഒഴിഞ്ഞു മാറുമായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സെൻസറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നു. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ വീക്കെൻഡ് കണ്ടു അല്ലേ കാർത്തിക്? നമ്മളെ ഫീഡ് ഇത് പുതിയൊരു കാര്യമല്ല. ഈവൻ ഇൻ FIA ഇൻറ്റൻഷനലി കാണിക്കുന്ന ലൈവ് സ്ട്രീമിൽ കാണിക്കുന്ന ഫുട്ടേജും പിന്നെ അവർ റീപ്ലേസും സിഗ്നിഫിക്കൻ്റ്ലി അവരുടെ ഫ്ലോസ് ഹൈഡ് ചെയ്യാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അത് ഈവൻ ഇഫ് യു ഗൈസ് റിമെമ്പർ ഓസ്ട്രേലിയയുടെ റേസ് കഴിഞ്ഞപ്പോഴും when people were actively commenting below the Instagram page of F1, they were purposely trying to hide it on Instagram, Twitter, യൂട്യൂബിലൊക്കെ നെഗറ്റീവ് കമൻസ് അവർ കരുതിക്കൂട്ടി ഹൈഡ് ചെയ്യുന്നതായിട്ട് കുറേ യൂസേഴ്സ് പറഞ്ഞിരുന്നു. ആൻഡ് അതിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഈ വീക്കെൻഡ് കണ്ടത്. അതായത് ക്വാളിഫയിങ്ങിൻ്റെ സമയത്ത്
it is always tradition to show the replay or rewatch the qualifying lap of the pole position driver through the onboard cam. അതായത് നമ്മൾ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബിൻ ലൈക്ക് ദാറ്റ് വി ഓൾവേസ് സീ ദി ഓൺ ബോർഡ് ഫ്രം ദ പോൾ ലാപ്പ്. പക്ഷേ ഈ തവണ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ്റെ സർക്കിറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സെക്ഷൻസ് ആണ് ഈ 130R എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ലോങ് സ്ട്രേറ്റ് ലീഡിങ് ടു എ വെരി ഷാർപ്പ് ബ്രേക്കിംഗ് സെക്ഷൻ ആൻഡ് ദെൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടു വാച്ച് ഓൺ സ്ക്രീൻ. അപ്പോൾ ആ സമയത്ത് ഈ കിമിയുടെ പോൾ ലാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 130R എൻ്റെ എത്താനാകുമ്പോഴത്തേക്കും ദേ കട്ട് ടു ആൻ ഔട്ട്സൈഡ് ഷോട്ട്. അതായത് കിമിയുടെ സൂപ്പർ ക്ലിപ്പിംഗ് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദേ പേർപ്പസ്ലി കട്ട് ദി ആംഗിൾ. അപ്പം അതൊരു ഇറ്റ്സ് എൻ എംബാരസിങ് തിങ് ടു സീ. കാരണം നമ്മൾ ആസ് ട്രൂ ഫോർമുല 1 ഫാൻസ് വി വോണ്ട് ടു എക്സ്പീരിയൻസ് ആസ് ക്ലോസ് ടു ദ ഡ്രൈവർ ആസ് പോസിബിൾ. അപ്പം ഇറ്റ്സ് ലൈക്ക് ദേ ആർ ട്രൈങ് എവറിത്തിങ് ടു കവർ ദെയർ മിസ്റ്റേക്സ്. ആൻഡ് രാഹുലേട്ടൻ പറഞ്ഞ പോലെ ഐ ഹോപ്പ് they can take this time off to recalibrate and make things safer and also more interesting for the fans. ഇതേ ഒരു സെന്റിമെന്റാലിറ്റിയാണ് കാർലോസ് സയൻസും അവരുടെ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്തതും. ആൻഡ് കാർലോസ് സയൻസ് പറയുമ്പോൾ ഈ മൂപ്പരൊരു എന്താ പറയുക, ഈ ഫോർമുല 1 ഡ്രൈവേഴ്സിന്റെ യൂണിയൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടല്ലോ, GPDA, ഗ്രാൻഡ് പ്രിക്സ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഡയറക്ടറും കൂടിയാണ്. കാർലോസും ജോർജ് റസലും ആണ് അവരുടെ ഡയറക്ടേഴ്സ്. ആൻഡ് ആസ് എ ഡയറക്ടർ ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, കാർലോസും ഇത് തന്നെയാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇത് നമ്മൾ ഇന്നെവിറ്റബിൾ ആയിരുന്നു. ഇത് ഈ റൂൾസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു സിനാറിയോ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഡ്രൈവേഴ്സ് ഞങ്ങളെ കൺസേൺ അറിയിച്ചാണെന്നാണ് കാർലോസിന്റെ ആ ഇന്റർവ്യൂ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. കാരണം ഈ ഒരു കേസിൽ ഓൾമോസ്റ്റ് പ്രാക്ടീസ് സെഷനിൽ തന്നെ ഈ കൊലപ്പിന്തോന്റെ എന്താ പറയുക, ഇവർ ഈ സൂപ്പർ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം ബാക്കിയുള്ള എന്താ പറയുക കാസിനൊക്കെ ഒരു 40-50 കിലോമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ കൊലപ്പിന്തോന് ഓൾമോസ്റ്റ് 90-95 km/h ആയിരുന്നു സൂപ്പർ ക്ലിപ്പിംഗ് കാരണം സ്പീഡ് പോകുന്നത്. ആൻഡ് ആ സൂപ്പർ ക്ലിപ്പിംഗിന്റെ റിസൾട്ടും ആണ് കാരണം ബേമൻ വരുന്നത് ഫുൾ എന്താ പറയുക നല്ല 300+ സ്പീഡിൽ വരുന്നതും. ആൻഡ് ഹീസ് ഫേസിങ് ആ കാർ, അത് അവർ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന കാറ് വിചാരിച്ചതിന് മുമ്പ് എത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത്. ആൻഡ് തുടക്കം മുതലേ ആസ് എ ഫോർമുല 1 റേസ് ഡ്രൈവർ ആൻഡ് ആസ് വെൽ ആസ് ദി ഡയറക്ടർ ഓഫ് ദ യൂണിയൻ ഇതിനെപ്പറ്റി വളരെ വോക്കലായിരുന്നു കാർലോസ്. ആൻഡ് കാർലോസ് പേടിച്ച വേദന സംഭവിച്ചു. ആൻഡ് കാർലോസ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒഴിഞ്ഞു മാറാൻ സ്പേസ് ഉണ്ട്. ഇതൊരു എന്താ പറയുക, ബാക്കുവിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസലായ മോണോക്കോ അല്ല കുറച്ചും കൂടി ഹൈ സ്പീഡ് അത് ട്രാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗദി ഫോർ എക്സാമ്പിൾ, ക്യാൻസലായപ്പോയ സൗദീൻ്റെ ആ ലാസ്റ്റ് കോർണർ എത്ര മുമ്പുള്ള നല്ല സ്പീഡിലാണ് അവർ പോകുന്നത്. ആ ഭാഗത്തൊക്കെ ഇങ്ങനൊരു ഇൻസിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഒഴിഞ്ഞു വരാൻ സ്പേസ് ഇല്ല. അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വണ്ടി നേരെ തിരിച്ച് വേറെ വണ്ടീനെ ബാക്ക് കൊണ്ടിടിക്കും. കുറച്ചു കൊല്ലം മുമ്പേ മാർക്ക് വെബറിന് വെലൻസിയിൽ സംഭവിച്ച മാതിരി ഫ്രണ്ട് തിരിഞ്ഞ് വണ്ടി സമസോൾട്ട് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ആൻഡ് ഫിയ എത്രയും കാലം സേഫ്റ്റിന്റെ പേരും പറഞ്ഞ കുറെ എന്താ പറയുക ചേഞ്ചസ് വരുത്തി. ഈവൻ പിച്ച് സ്റ്റോപ്പിന്റെ സ്പീഡ് വരെ 2-3 സീസൺ മുമ്പേ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയവർ. കാരണം സബ് 2 seconds പിച്ച് സ്റ്റോപ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, സേഫ്റ്റിനെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വരെ അവർ കൺട്രോൾ ചെയ്യാൻ. കാരണം ഫോർമുല 1 ഒരു ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ടാണ് വിത്തിൻ 2 സെക്കൻഡിൽ വണ്ടിയുടെ 4 ടയർ മാറ്റി പോവാന്നുള്ളത്. അത് ആ സ്പീഡിൽ വരെ ഫിയ സേഫ്റ്റിന്റെ റീസൺ പറഞ്ഞിട്ട് ചേഞ്ചസ് വരുത്തിയാണ്. ആൻഡ് ഇവിടെ ഒരു സേഫ്റ്റി കൺസേൺ ഡ്രൈവേഴ്സ് റേസ് ചെയ്യുമ്പോൾ ഇവരതിനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നാണ്. അവർക്ക് ഇപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടായെന്ന് പറയുമ്പോഴാണ്. കാരണം അവർ ഇത്രയും കാലം സൈലൻസ് ചെയ്യാൻ നോക്കി. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഫിയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്താൻ ഉദ്ദേശിച്ച സംഭവമാണ്, അപ്പോൾ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, നമ്മളിപ്പോൾ തൽക്കാലം സ്പെക്കുലേഷനെ പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബേസിക്കലി അവരവരുടെ ഫേസ് എന്താ പറയുക സംരക്ഷിക്കാൻ നോക്കുമെന്ന് മാത്രം. എന്തായാലും ഒരു മാസം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 മീറ്റിംഗ് ആയിട്ട് അവർ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തെന്ന് തോന്നുന്നു ബിറ്റ്വീൻ ദ ഡ്രൈവേഴ്സ് ആൻഡ് ഓൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ടീംസിനും
അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് കൂടുതൽ ബാറ്ററി വേണമെന്ന് പറയും, അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂൽ ഫ്ലോ വേണമെന്ന് പറയും. അപ്പോൾ ചില ടീംസ് പറയും അല്ല ഞങ്ങൾക്ക് എഞ്ചിൻ്റെ ടർബോൻ്റെ സൈസ് മാറ്റണം എന്ന് പറയും. അപ്പോൾ ഓരോ ടീമും അവരുടേതായ അജണ്ട കൊണ്ട് വരിക. ബട്ട് ആൻഡ് ടീംസ് അവർക്ക് എപ്പോഴും അവർക്ക് ബെനിഫിഷ്യലായ കാര്യമാണ് അവർ ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവരെല്ലാവരും കൂടി ഒരു സംയുക്തമായ ഒരു തീരുമാനത്തിലെത്തണം. അതെത്തിയാലേ ഈ ഒരു ഇഷ്യൂ ഫ്രം എ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ആൾസോ ആസ് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലും ഒരു ഫാൻ എന്ന നിലയിലും നമുക്കും അത് എൻജോയബിൾ ആവുള്ളൂ. കാരണം ഇതിന് വേറൊരു മേജർ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റിംഗ് ആണെങ്കിലും ഓൾസോ സേഫ്റ്റി കൺസേൺ ആണ് റേസ് സ്റ്റാർട്ട്സ്. നമുക്കറിയാം മെർസിഡീസ് ഈ സീസൺ ദേ ആർ ദി ടീം ടു ബീറ്റ്. പക്ഷെ അവരെ റേസ് സ്റ്റാർട്ട്സ് ഒക്കെ ഈ ഒരു ഇഷ്യൂ കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായി വരുന്നുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവർക്ക് ഒരൊറ്റ റേസ് പോലും മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റേസ് സ്റ്റാർട്ട്സിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പയർഡ് ടു ഫെറാറി അവരുടെ ടെർബോന് സൈസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ആ ഇനീഷ്യൽ ഗെറ്റ് അവേ കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുക, അവർക്ക് എന്താ പറയുക കുറച്ചും കൂടി ബാറ്ററി റിലയൻ്റ് അവരെ മെർസിഡീസിൻ്റെ ഒരു എന്താ പറയുക അവരുടെ പാക്കേജിൽ നിന്നുള്ളത്. അപ്പോൾ വീൽ സ്പിൻ ഉണ്ടാവുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ക്വാളിഫൈങ് ചെയ്തിട്ട് P1ഉം P2ഉം സ്റ്റാർട്ട് ചെയ്യുന്ന കാർസ് റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ നിന്ന് പോവുക. എന്നിട്ട് ബാക്കിൽ ഈ 100-150 കിലോമീറ്ററിൽ ആക്സിലേറ്റ് ചെയ്ത് തന്നെ വണ്ടികൾ വരിക. അതൊരു നാരോ ട്രാക്ക് ആണെങ്കിൽ അത് വേറൊരു ഹസാർഡസ് സിറ്റുവേഷനാണ്. നമ്മൾ പണ്ടൊക്കെ സ്പാൻ്റെ ഒക്കെ പഴയ എന്താ പറയുക വിൻറ്റേജ് ഫോർമുല 1 വീഡിയോസ് കണ്ടാൽ അറിയാം 10-15 കാറൊക്കെ ഒരുമിച്ച് ഇടിച്ച് ഔട്ടാവുന്നൊക്കെ. ഐ തിങ്ക് ഇയർ ഓർമ്മയില്ല, ഒരു സ്പാൽ ഒരു തവണ ഇതേമാതിരി റേസ് സ്റ്റാർട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ട് ആ റേസ് വെറും 6 കാറേ ആ റേസ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാരണം പകുതിയോളം ഗ്രിഡ് വൈപ്പ് ഔട്ടായി പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് ഇപ്പോൾ മെർസിഡീസിനെ സംബന്ധിച്ചോളം. മെർസിഡീസ് ഈ ഒരു സീസൺ കൊണ്ടുപോയെങ്കിലും ഐ മീൻ ഇനീഷ്യൽ ടോപ്പ് 3 സീസണിൽ അവരെപ്പോഴും മെയിൻ വീക്ക്നെസ് ആയിട്ട് ആ റീസ്റ്റാർട്ടാണ് കാണുന്നത്. സോ ദാറ്റ് ഷോസ് ദാറ്റ് ഒരു ടീമും ഇമ്മ്യൂൺ അല്ല. ആർക്കും പൂർണ്ണമായി ഈ ഒരു പാക്കേജിന് അവർക്ക് എന്താ പറയുക ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ഈ ഒരു റെഗുലേഷൻസിനെ ചുറ്റിപ്പറ്റി ഒരു പെർഫെക്റ്റ് കാർ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ അവരെ ഏറ്റവും വലിയ വേറൊരു കൺസേൺ ആണ് എന്താ പറയുക അണേബിൾ ടു ഫോളോ. അവർക്ക് തീരെ എന്താ പറയുക റേസ് ഫോളോ ചെയ്യാൻ ഐ മീൻ ഒരു വീൽ ടു വീൽ ബാറ്റലിൽ അല്ലെങ്കിൽ ഒന്നേശം ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുമ്പിലുള്ള എതിരാളിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. മെർസിഡീസിനെ സംബന്ധിച്ചോളം ഒരു ബിറ്റർ സ്വീറ്റ് സീസൺ ആണ്. കാരണം തൊട്ടുകൊണ്ട് ആദ്യത്തെ റേസിലെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സീസൺ കൊണ്ടുപോയിന്ന്. പക്ഷേ ജപ്പാനാണ് അവരുടെ മെയിൻ ഒരു വീക്ക്നെസ് ആണ് നമ്മുടെ മുമ്പിൽ എന്താ പറയുക കാണിച്ചു തന്നിട്ടുള്ളത്. സോ കാർത്തിക്, ഫോളോയിങ് എന്താ പറയുക മെർസിഡീസ് ഇതിൻ്റെ ഫോളോ അപ്പ് സ്ട്രഗിൾസ് നമ്മൾ ശരിക്കും ജപ്പാനിൽ കണ്ടു. ഈവൻ കിമി ആണെങ്കിലും റേസ് ലീഡ് എടുക്കണ മുമ്പേ നല്ലോണം കഷ്ടപ്പെട്ടു. പിന്നെ ജോർജിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ജോർജ് പിന്നെ എന്തോ ബാറ്ററി ഇഷ്യൂ ഉണ്ടെന്നൊക്കെ കേട്ടു. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ജോർജ് വാസ് ഓൾസോ സ്ട്രഗിളിങ് വെരി മച്ച്. എവിടെയാണ് മെർസിഡീസിൻ്റെ ഈ ഫോളോയിങ്ങിനെ പറ്റിയിട്ട് എന്താണ് കാർത്തിക്കിൻ്റെ നിഗമനം? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കിമി സ്റ്റാർട്ടഡ് ഫ്രം പോൾ, പക്ഷെ ടേൺ 1 എത്തിയപ്പോഴത്തേക്കും കിമി വാസ് ഐ തിങ്ക് P6 ഓർ P5. അപ്പം അത്രയും ഒരു ഹോറിബിൾ സ്റ്റാർട്ടാണ് മെർസിഡീസിന്. ആൻഡ് ജോർജ് വാസ് നോ വെയർ നിയർ ദ ഫ്രണ്ട്. അപ്പം വാട്ട് ഐ ഹാവ് നോട്ടിസ്ഡ് ഇസ് ദാറ്റ് കഴിഞ്ഞ 2 റേസും വാസ് ഇൻ ട്രാക്സ് ദാറ്റ് ഹാഡ് മോർ സ്ട്രെയിറ്റ്സ് ഓർ മോർ സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ്. അവരുടെ ആ ഒരു പവർഫുൾ എൻജിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി സ്ട്രെയിറ്റ് ലൈനിൽ ഗെയിൻ ചെയ്യാൻ പറ്റിയ 2 ട്രാക്സ് ആയിരുന്നു. But coming to Suzuka, it's a track that is very technical. It's a very complicated yet very interesting track to watch. അപ്പം ഈ കോർണറിങ്ങിൽ അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ അവർക്ക് തീരെ പറ്റുന്നില്ല, ഇഫ് യു ഹവ് നോട്ടിസ്ഡ്. കാരണം അവർ ഈ റേസിൽ they were having very big problems overtaking. അത് ഈ 130R ആ സ്ട്രേറ്റിൽ അവർക്ക് പിന്നെയും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മെയിൻ സ്ട്രേറ്റിൽ എത്തുമ്പോഴത്തേക്ക് they have lost all their advantage. അത് പല തവണയും നമ്മൾ കണ്ടു, എസ്പെഷ്യലി വെൻ ജോർജ് വാസ് ബാറ്റ്ലിംഗ് ഷാർൽ ലെക്ലർ or when Kimi was behind one of the McLarens, I think. അപ്പം to be honest, I do feel like our safety car helped Kimi a bit with his timing. He was lucky. At the same time, George was very unlucky with that safety car timing. അപ്പം
മേ ബി ഇഫ് നോട്ട് വിത്ത് ദാറ്റ് സേഫ്റ്റി കാർ പിയാസ്ട്രിക്ക് കിമീനെ കുറച്ചുകൂടി പിന്നിൽ വെക്കാൻ പറ്റിയായിരുന്നു. ബട്ട് യാ അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ ദേ ആർ ഡെഫിനറ്റ്ലി the at the top, but I feel like apart from that speed, ഇത് ഇനി ഡേർട്ടിയറിന്റെ പ്രശ്നമാണെന്നല്ല. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കിമി ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിമീനെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ഐ തിങ്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ റേസ് ഹി വാസ് 15 seconds ahead of പിയാസ്ട്രി. അപ്പം ഐ ഫീൽ ലൈക്ക് ഫ്രഷ് എയറിൽ ദേ ആർ അൺസ്റ്റോപ്പബിൾ. ബട്ട് ഐ ഡോണ്ട് നോ, ബിക്കോസ് നമ്മൾ പൊതുവെ ഈ ഡേർട്ടി ഇയറിനെ പറ്റി സംസാരിക്കുന്നത് ഇറ്റ് ഇസ് വിത്ത് ഓൾ ദിസ് DRS സമയത്താണ് നമ്മൾ ഡേർട്ടി ഇയറിനെ പറ്റി നമ്മൾ നല്ലോണം ഡിസ്കസ് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ദ റീസൺ ഇസ്. ബട്ട് യാ, മെർസിഡീസ് ഇസ് ഹാവിങ് ട്രബിൾ ഫോളോയിങ് കമ്പയർഡ് ടു ബീങ് വെരി ഈസി ടു ലീഡ്. മെർസിഡീസിന് അതെ അതെ ലൈക്ക് മൂന്ന് റേസ് ജയിച്ച ടീമിന്റെ സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മള് സംസാരിക്കണം. പറയുന്നത് തിങ് ഈസ് അവരുടെ കുറച്ച് വീക്ക്നെസ് കാണുമ്പോഴെങ്കിലും ഇറ്റ്സ് ലൈക്ക് ദേ ആർ നോട്ട് പെർഫെക്റ്റ്, ദേ ഹാവ് ഫ്ലോസ് എന്നുള്ളൊരു മേ ബി. തിങ് ഈസ് ഐ ഫീൽ ലൈക്ക് ദേ റിയലി മെയ്ഡ് ദെയർ കാർസ് ടു ലീഡ്, ഫോളോ ചെയ്യാൻ വേണ്ടിയല്ല, ലീഡ് ചെയ്യാൻ. മുന്നേ മെർസിഡീസിന്റെ സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കാർസ് ഉണ്ടാക്കണം. in traffic they struggle, but in clean air, lap after lap they push out fastest lap. അപ്പോൾ അവരെ മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മൾ 3 റേസിൽ നിന്ന് കണ്ടു. സ്റ്റാർട്ട്സ് വെച്ചിട്ട് സെയിം എഞ്ചിനുള്ള മെക്ലാറൻസ് ആർ ഹാവിങ് ഗുഡ് സ്റ്റാർട്ട്സ്, ബട്ട് ഐ ഡോണ്ട് നോ വൈ മെർസിഡീസ് സ്ട്രഗ്ലിംഗ്. കിമി കഴിഞ്ഞ റേസ് ഇംപ്രൂവ്ഡ് സ്റ്റാർട്ട്സ്, ബട്ട് ഈ റേസ് പിന്നെയും ഈവൻ ബാക്ക്. ആ സേഫ്റ്റി കാർ ഇല്ലായിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് യു നെവർ നോ. ബട്ട് കിമി ഹാഡ് ഫേസ്ഡ് ദിസ് വീക്കെൻഡ്, സോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഈ അണേബിൾ ടു ഫോളോ ഇത് ഓർ റേസ് സ്റ്റാർട്ട്സ് ഇതൊക്കെ കാളും ഇഫ് യു ആസ്ക് മീ ഏറ്റവും എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വാട്ട് ആഫ്റ്റർ ദ ന്യൂ കംപ്രഷൻ റേഷ്യോ റെഗുലേഷൻസ് കമ്മിങ്. ഓഗസ്റ്റിലാണ് അത് വരാനുണ്ട്, ബട്ട് ദേ പുട്ട് ഇറ്റ് ഫോർവേഡ്. മയാമി GPയുടെ മുമ്പ് അത് വരും. ആ ഹോട്ട് എഞ്ചിൻ ഹോട്ടായിട്ടാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവരെ കംപ്രഷൻ റേറ്റ് എത്രയാണെന്ന്. അപ്പോൾ ഈ മുന്നേ പറഞ്ഞ പോലെ ഒരു 20-25 ഹോഴ്സ് പവറിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കുറയോ, ശരിക്കും 16:1 ആണോ 18:1 ആണോ എന്നൊക്കെ നമുക്ക് ഇനിയിപ്പോ മയാമിയിൽ അറിയാം. അപ്പോ മയാമി ലൈക്ക് ഫ്രെഡ് സെഡ് മൈറ്റ് മീ എ ന്യൂ ചാമ്പ്യൻഷിപ്പ്. അതെങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും ആ ക്വാളിഫയിങ്ങിലോട്ട് കിടക്കുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ബട്ട് എക്സൈറ്റിംഗ്, ഈ കംപ്രഷൻ റേഷ്യോ ഇസ് കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ്. ആ പുതിയ മെഷർമെന്റ് ഇസ് കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ്. കാരണം മെർസിഡീസ് അത് ഇനിയിപ്പോ ആദ്യം ഈ റീസർജന്റ് ആയിട്ട് തിരിച്ചറിഞ്ഞ മെക്ലാറിന് ചിലപ്പോൾ അത് എഫക്ട് ചെയ്യും. സോ കംപ്രഷൻ റേഷ്യോ ക്വസ്റ്റ്യൻ മാർക്ക് മയാമി. ക്വസ്റ്റ്യൻ മാർക്ക്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് തന്നെ നമ്മൾ ഒരു സെഗ്വേ ചെയ്യുകയാണെങ്കിൽ മെക്ലാരന്റെ ഈ ഒരു റീസർജൻസ്, കാർത്തിക്, പിയാസ്ട്രിയിലൂടെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ തന്നെ മെക്ലാരന്റെ ഒരു പിയാസ്ട്രി ദ ലീഡിങ് മാൻ നമ്മൾ കഴിഞ്ഞ സീസണിലും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ പിയാസ്ട്രീന്റെ ലീഡ് കണ്ടതായിരുന്നു. അതേ ഒരു തനിയാവർത്തനാണ് ഇത്തവണയും നമ്മൾ മെക്ലാരന്റെ സൈഡിൽ നിന്ന് പിയാസ്ട്രീന്റെ ഗാരാജ് എന്ന് കണ്ടിട്ടുള്ളത്. സോ വാട്ട് യു ഹാവ് ടു സേ? മെക്ലാറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ അവരെ കളിയാക്കാറുണ്ട്. ബട്ട് ബിക്കോസ് ഓഫ് ദർ ബാഡ് മാനേജ്മെന്റ് ചോയ്സസ് ആൻഡ് സ്ട്രാറ്റജി കോൾസ് സംടൈംസ്. പക്ഷേ വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് അവരുടെ കയ്യിലും ദേ ഹാവ് ദ സെയിം എൻജിൻ. ദേ വിത്ത് ടൈം എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി ആ മെർസിഡീസ് പവർ യൂണിറ്റിന് ആക്ച്വൽ പൊട്ടൻഷ്യൽ അവർ അൺലോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ബിക്കോസ് മെക്ലാരൻ കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഫോമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി ബിഗ് ചാലഞ്ച് ടു മെർസിഡീസ്. പക്ഷെ അതിൽ പ്രത്യേകിച്ചും ഈ വീക്കെൻഡിൽ വി സോ ദ റിട്ടേൺ ഓഫ് ഓസ്കർ പിയാസ്ട്രി ടു ദ പോഡിയം. അപ്പം കഴിഞ്ഞ വർഷം ഐ തിങ്ക് ഹി ഹാസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഹാവിങ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് പിയാസ്ട്രി ഈസ് ദി ഓൺലി ഡ്രൈവർ ടു ഹാവ് ലെഡ് ദി എൻറ്റയർ സീസൺ ഓർ മെജോറിറ്റി ഓഫ് ദ സീസൺ ബട്ട് നോട്ട് ആക്ച്വലി വോൺ ദ ചാമ്പ്യൻഷിപ്പ്. അപ്പം അതൊരു ഇറ്റ്സ് എ വെരി അൺഫോർച്ചുനേറ്റ് തിങ് ബിക്കോസ് ഇൻ മൈ ഒപ്പീനിയൻ ഹീ ഈസ് എ ഗ്രേറ്റ് ഡ്രൈവർ. നല്ല പൊട്ടൻഷ്യൽ ഡ്രൈവറാണ്. ഹീസ് വെരി കാം, ഹീസ് വെരി കാൽക്കുലേറ്റഡ്
ഹി ലേൺസ് ഫ്രം ഹിസ് മിസ്റ്റേക്സ്. അപ്പം മെക്ലാരന് തിരിച്ച് ഒരു കംബാക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് പിയാസ്ട്രി ഈസ് എ വെരി ഗുഡ് കാൻഡിഡേറ്റ് ടു ബാറ്റിൽ ഇൻ ദ ഫ്രണ്ട്. Obviously, Lando Norris is the world champion and he is a phenomenal driver. But this week, I think Piastri was slightly above him. And അതെനിക്ക് തോന്നുന്നത് it is also because he qualified higher than നോറിസ്. ആൻഡ് നമ്മൾ കണ്ട പോലെ ഈ ട്രാക്കിൽ അൺലെസ് യു ആർ ഷാർൾ ലെക്ലർ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം so I hope that Piastri and Norris can give the two Mercedes some kind of competition. And because technically on paper they have the same power unit, the only differences they have are the drivers and the chassis. അപ്പം let's see how they utilize that. ഇത് ഈ ഒരു മെക്ലാരന്റെ തുടക്കം എത്ര റേസുകളോളം നിലനിൽക്കുന്നു? മെക്ലാരൻ ആസ് എ ടീം ഇസ് വെരി വെരി ഗുഡ്. അത് കഴിഞ്ഞ 2-3 സീസണായിട്ട് നമ്മൾ കണ്ടാണ്. ഔട്ട് ഓഫ് ദ ബ്ലൂ ജസ്റ്റ് 1-2 അപ്ഡേറ്റ്സിലാണ് അവര് ആ റെഡ് ബുളിന്റെ ഡോമിനേഷൻ മാറ്റി മെക്ലാരൻ ഡോമിനേഷൻ മാറ്റി ശരിക്കും ഒരു 1-2 അപ്ഡേറ്റ്സിലാണ്. ഈ സീസൺ നോക്കിയാലും ഫ്രം ദ ബിഗിനിങ് ദേ ഹാഡ് ബാറ്ററി ഇഷ്യൂസ് കാരണം 2-3 അഡീഷണൽ യൂണിറ്റ്സ് നോറിസ് എടുത്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ അങ്ങനത്തെ പല ഇഷ്യൂസ് എഞ്ചിൻ സൈഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സൈഡിൽ നിന്ന് ഉണ്ടായെങ്കിലും ഇതുവരെ ചാസിസ് അല്ലെങ്കിൽ ഓവർസ്റ്റിയർ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും നോറിസോ പിയാസ്ട്രിയോ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടില്ല, എന്നാലും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും അവര് പറഞ്ഞിട്ടുമില്ല. സോ വെനെവർ ദേ വേർ ഓൺ ദ ട്രാക്ക് ദേ വേർ സ്റ്റേബിൾ. ഈവൻ കഴിഞ്ഞ റേസ് പ്രാക്ടീസിൽ വി സോ ലൈക്ക് ദേ ആർ പെർഫോമിങ്. ഈ പ്രാക്ടീസും ദേ വേർ ഗുഡ്. ബട്ട് എല്ലാവരും വിചാരിച്ചു ഫെറാറിയുടെ റേസ് പേസ് ഇസ് ടു വേ ബെറ്റർ. ബട്ട് റേസ് വന്നപ്പോൾ യു കുഡ് ക്ലിയർലി സീ ഓസ്കർ വാസ് സെയിങ് ഐ ക്യാൻ ഹോൾഡ് കിമി ബിഹൈൻഡ്. ഒരു പ്രശ്നമില്ല. ഹി വാസ് ദാറ്റ് കോൺഫിഡൻറ്റ്. ബിക്കോസ് വിത്തിൻ 5-6 ലാപ്സ് ഇഫ് യു ഹാവ് ദാറ്റ്. അപ്പോ ഇത് ഇറ്റ്സ് ലൈക്ക് they have a good car and they're starting to figure out engine side, electronic side. അപ്പോൾ I don't think it's a one-off thing. Also അവരുടെ കാറിന് ഈ പറഞ്ഞ പോലെ വലിയ ഓവർ വെയിറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. and they are also going to bring a lot of updates. അപ്പോൾ I believe McLaren is there to stay. അങ്ങനെ ലൈക്ക് ഒരു ചെറിയ ഗ്ലിംസസ് ആണ് ഇതുവരെ കണ്ടോണ്ടിരുന്നു. ഒരു സ്ട്രോങ് പെർഫോമൻസ് വന്നു. അപ്പൊ മയാമിൽ ഇപ്പോൾ കംപ്രഷൻ ആസ് ലോങ് ആസ് ഡസൻ ഹിറ്റ് ദെയർ എഞ്ചിൻ വെരി ഹാർഡ്, ഐ തിങ്ക് they are going to keep it up. They are going to keep going strong and maybe even challenge Mercedes in maybe another 3-4 races. ഇത് മെക്ലാരന്റെ സ്ട്രഗിൾസ് കാണുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം ലാൻഡോ നോറിസ് ശരിക്കും നമ്പർ 1 ആണോ എന്നാണ്. കാരണം വണ്ടീനെ വരെ നമ്പർ 1 ചെയ്തിട്ടുണ്ട്. പിന്നെ പരസ്യമായ രഹസ്യമാണ് സാക് ബ്രൗണിന്റെ ഫേവറേറ്റ് ചൈൽഡാണ്. എന്താ പറയാ, വളർത്തുപുത്രനാണ് ലാൻഡോ നോറിസ് എന്ന കാര്യത്തിലും. പക്ഷെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെയും ഈ ഒരു ട്രാക്കിലും ബീന വേൾഡ് ചാമ്പ്യൻ, ബീന ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രാക്കിലും ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 മാർക്ക് എന്താ പറയാ ഉണ്ടാക്കാൻ നോറിസിന് തീരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആസ് ഓഫ് നൗ ഐ തിങ്ക് ഹിസ് 5th ഡ്രൈവർ സ്റ്റാൻഡിങ്ങിൽ 5ാം സ്ഥാനത്തെത്തിയാ തോന്നുന്നു. 25 പോയിന്റ് ഐ തിങ്ക് മൊത്തത്തിൽ ഉണ്ടാവുള്ളൂ നോക്കുകയാണെങ്കിൽ. ആൻഡ് യു ഹാവ് കിമി ആന്റണലി വിത്ത് 72 പോയിന്റ്സ്. സോ ഇപ്പോഴത്തെ നമ്മൾ സ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മെർസിഡീസ്, ഫെറാറി, മെക്ലാരൻ. അപ്പോൾ അവിടെ ശരിക്കും മെക്ലാരന്റെ എന്താ പറയുക, ഇഫ് മെക്ലാരൻ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും മെർസിഡീസ് മെക്ലാരൻ ആ ഒരു മിക്സപ്പ് നമ്മൾ കാണണ്ടായിരുന്നു. കാരണം അവിടെയാണ് നോറിസ് ശരിക്കും ആസ് ബീൻ എ വേൾഡ് ചാമ്പ്യൻ 5ാം സ്ഥാനത്ത് ഈവൻ ബിഹൈൻഡ് ഹിസ് ടീംമേറ്റ്. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മളിത് കണ്ടതാണ്. ഈ ഒരു സ്റ്റാർട്ടിംഗ് പാർട്ട് ഓഫ് സീസൺ ലാൻഡോ നോറിസ് എവിടെ ഉണ്ടായിരുന്നില്ല. പിയാസ്ട്രി ആയിരുന്നു. ഹി വാസ് ലീഡിങ് ദ ടീം, ഹി വാസ് റീഡിങ് ദ ചാമ്പ്യൻഷിപ്പ്. പിന്നെ ലാൻഡോനെ സംബന്ധിച്ചോളം ബാക്കിയുള്ള 21 റേസസ് മാത്രമല്ല, സ്വന്തം എന്താ പറയുക തൊട്ടപ്പുറത്തെ ഗ്യാരേജിൽ സ്വന്തം ടീംമേറ്റും കഴിഞ്ഞ വർഷത്തെക്കാട്ടും റൈവലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഡേവിഡ് കോട്ട്ഹാർഡിന്റെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചോളം ചാമ്പ്യൻഷിപ്പ് ലൂസ് ചെയ്യുന്നതിനെക്കാട്ടും വലിയ വിഷമമാണ് സ്വന്തം ടീംമേറ്റ് വേൾഡ് ചാമ്പ്യൻ ആവുന്നത്. അപ്പോൾ പിയാസ്ട്രീൻ്റെ ഉള്ളിൽ ആ ഒരു തീ ഉണ്ടാവും ടു പെർഫോം ബെറ്റർ.
ആൻഡ് ബെറ്റർ ദെൻ നോറിസ്. നോറിസ് തന്നെ ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഈ സീസൺ വണ്ടി ഓടിച്ചതിനെക്കാട്ടും അവൻ അധികം ടൈം സ്പെൻഡ് ചെയ്ത് ടി വിയിൽ നിന്ന് വണ്ടി ഓടുന്നത് കാണുന്നതാണെന്ന്. കാരണം തീരെ റൺ ടൈം കിട്ടിയിട്ടില്ല, പല പല ഇഷ്യൂസും കാരണം. അതൊക്കെ കൊണ്ടാവാം, പക്ഷെ ഇപ്പോഴും ബീൻ എ ഡ്രൈവർ ഫോക്കസ്ഡ് ട്രാക്ക്, ബീൻ ദ കറണ്ട് വേൾഡ് ചാമ്പ്യൻ ആഫ്റ്റർ 3 races, ആ ഒരു നമ്പർ 1 മാർക്ക് നമ്മളിപ്പോഴും തീരെ കാണുന്നില്ല. നമ്പർ 1 ബീൻ ദ ബെസ്റ്റ് ഓഫ് ദ സ്പോർട്ട് എന്ന കാര്യം പറയുമ്പോഴാണ് എനിക്ക് റെഡ് ബുള്ളിനെ പറ്റി പറയാൻ തോന്നുന്നത്. കാരണം ഒരു പരിധി, ഒരു കാലം വരെ റെഡ് ബുൾ വാസ് എ വെൽ ഓയിൽഡ് മെഷീൻ. അതായത് നിയർ പെർഫെക്ഷനിൽ, ഈവൻ അവരെ പിറ്റ് സ്റ്റോപ്പ് ആണെങ്കിലും അവരെ ഡ്രൈവേഴ്സ് ആണെങ്കിലും അവരെ സ്ട്രാറ്റജി ആണെങ്കിലും ഹാന ഷ്മിറ്റ്സിന്റെ എന്താ പറയുക മേൽനോട്ടത്തിലുള്ള സ്ട്രാറ്റജി ആണെങ്കിലും അവരെ എന്താ പറയുക ഈ റെഗുലേഷൻസിന്റെ ഫോളോയിങ് അപ്പ് ആണെങ്കിലും ഭയങ്കര വെൽ ഓയിൽഡ് മെഷീനറി ആയിരുന്നു റെഡ് ബുൾ എന്ന ടീം. പക്ഷെ എന്തോ ഇപ്പോൾ റെഡ് ബുളിനെ കാണുമ്പോൾ പണ്ട് ട്രാക്കിലുണ്ടായിരുന്ന മറൂഷ്യ റേസിങ്ങും HRT റേസിങ്ങും അങ്ങനത്തെ ഈ ലോട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു ടീംസ് ഉണ്ടായിരുന്നില്ല, അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് വരുന്നത്. പറയുമ്പോൾ മാക്സ് വെസ്റ്റാപ്പന്റെ ടീമാണ്. മാക്സ് വെസ്റ്റാപ്പനെ എന്താ പറയാ പാലുകുട്ടി വളർത്തി വലുതാക്കി 4 ചാമ്പ്യൻഷിപ്പ് ആക്കി എന്താ പറയാ ടീമാണ്. പക്ഷെ ദേ ആർ സ്ട്രഗ്ലിംഗ് റിയലി വെൽ. ഇൻഫാക്ട് അവരുടെ സിസ്റ്റർ ടീം ഇസ് ഡൂയിങ് മച്ച് ബെറ്റർ. രാഹുലെ, മാക്സ് ഇക്കൊല്ലത്തിന് ശേഷം ആ ടീമിൽ ഉണ്ടാവോ? എന്ത് തോന്നുന്നു? മാക്സ് ഇതോടെ പരിപാടി നിർത്തി പോവോ? മാക്സിന്റെ ഫ്യൂച്ചർ, മാക്സ് ആസ് എ ഡ്രൈവർ പണ്ടോട്ടെ പറഞ്ഞിട്ടുണ്ട് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഇൻ ഫോർമുല 1 ലൈക്ക് ഫോർ എ ലോങ് ടൈം. ആള് പല പല ടൈപ്പ് ഓഫ് റേസസ് ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ കണ്ടു, ആള് GT3 എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ ഹി വാണ്ട്സ് ടു റേസ്, ഹി വാണ്ട്സ് ടു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേസ്, അതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ബട്ട് ആളെ എക്സ്പെക്ട് ചെയ്ത ലോഞ്ചിവിറ്റി വീണ്ടും കുറയുമെന്നാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ. ലൈക്ക് സെഡ് ഈ സീസൺ കഴിഞ്ഞ അത് സാധ്യത ഇല്ലാതില്ല. ഐ ഡോണ്ട് തിങ്ക് ഹി ലീവ്സ് ടു സൂൺ ബിക്കോസ് സ്റ്റിൽ യങ്, ഹി ഹാസ് ദ അങ്കർ. എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഗോണ റിയലി ലീവ്. റെഡ് ബുൾ ചിലപ്പോൾ വിടാം, അതിനുള്ള ഓപ്ഷൻ ആൾക്കുണ്ട്. ഇഫ് ഹീസ് ഔട്ട്സൈഡ് ദ ടോപ്പ് 3 ഇൻ ദ ചാമ്പ്യൻഷിപ്പ്, ഈവൻ ഇഫ് ഹിസ് കോൺട്രാക്ട് ഈസ് ടിൽ 2028, എപ്പോൾ ആണെങ്കിലും ആൾക്ക് പോകാം. പക്ഷെ വൺ തിങ് ഈസ് ക്ലിയർ, ദാറ്റ് ഈസ് വെരി അൺഹാപ്പി. ഹീസ് ബീൻ വെരി വോക്കൽ അബൌട്ട് ഇറ്റ്. ഇടയ്ക്കേറ്റ പോയിന്റ് ഹീ സെഡ്, ഞാൻ സിമുലേറ്ററിൽ ഇരുന്നു കുറെ ട്രിക്സ് കണ്ടുപിടിച്ചു, എക്സൈറ്റിംഗ് ആണെന്നൊക്കെ കുറച്ച് ഇടയിൽ പറഞ്ഞിരുന്നു. ബട്ട് വൺസ് ദ സീസൺ സ്റ്റാർട്ടഡ് ഹി വെന്റ് ബാക്ക്. ഇപ്പോ മീഡിയ സെഷൻ കഴിഞ്ഞപ്പോ മതിലൊരു ഓട്ടയൊക്കെ കണ്ടു ആള് ചവിട്ടിയതിന്റെ. അപ്പോ ഹീസ് ക്ലിയർലി ഫ്രസ്ട്രേറ്റഡ്. ഓൾസോ ഹീ ഈസ് വെരി ക്ലോസ് വിത്ത് ഓൾ ദ rookies as well. ഇപ്പൊ ബിയർമന്റെ ഇൻസിഡന്റ്, ഐ എം ഷുവർ ഹീൽ ബി മോർ ആംഗ്രി ആഫ്റ്റർ ദാറ്റ് ഓൾസോ. പിന്നെ ഇപ്പൊ അടുത്ത റേസിന്റെ ഇന്റർവ്യൂസ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ, വാട്ട് ആർ ദ കംസ് ദാറ്റ്സ് ഗോണ കം ഔട്ട്. പിന്നെ ആളോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച്, ഈവൻ ജേർണലിസ്റ്റ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് he was very clear, I'm not enjoying this. And it's like a shout out to the FIA, like I'm not happy. And ആളാണ് ഇപ്പോൾ one of the most valuable asset, or the most valuable asset considering he is in his prime as well. അപ്പോ ആള് FIA ഇനി ആൾക്ക് വേണ്ടി കുറച്ചും കൂടെ if he has that much of an impact, അല്ലെങ്കിൽ ആ ഒരു പവർ എന്നൊക്കെ നമുക്ക് അറിയാം. ബട്ട് മാക്സ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ആൻഡ് ഇഫ് തിങ്സ് ഡോണ്ട് ചേഞ്ച്, ഐ ഡോണ്ട് തിങ്ക് ഹി ഡ്രൈവ് അലോൺസോനെ പോലെ ഇപ്പൊ അവസാനമാണെങ്കിലും കുറെ കാലം ഓടിച്ച് 10 കൊല്ലൊന്നും കളയുന്നു തോന്നുന്നില്ല. സോ ദാറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. 1-2 സീസണിൽ നമുക്ക് അറിയാം മാക്സിന്റെ കാര്യം. ബട്ട് ദിസ് സീസൺ ഐ എം ഷുവർ ഹീൽ ബ്രേസ് ദിസ്. ആൻഡ് റെഡ് ബുൾ ബീങ് എ ഗുഡ് ടീം, സീസൺ എൻഡ് ആകുമ്പോഴേക്കും they'll gonna come back. So I think he's gonna be there for at least couple of seasons. We'll see. ഇപ്പോ നിലവിലെ സ്റ്റാൻഡിംഗ് അനുസരിച്ച് റേസിംഗ് ബൂൾസ് ആണ് നമ്പർ 1. അപ്പോ കാർത്തിക്, റേസിംഗ് ബൂൾസ് ബീങ് ദ നമ്പർ 1, അങ്ങോട്ട് പോവാൻ ചാൻസ് ഉണ്ടോ? എന്താണ് തോന്നുന്നു ആസ് സീൻസ് ദ ന്യൂലി ക്രൗൺ നമ്പർ 1 ടീം? ഇറ്റ് ഈസ് വെരി ഫണി. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും we've ever seen a Red Bull car and a Racing Bull car fighting so much wheel to wheel. Like ഈ റേസിൽ നമ്മൾ കണ്ടു ബിറ്റ്വീൻ ലിൻബ്ലാഡ് ആൻഡ് ഹാജർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേവർ ലൈക്ക് 2 ഫെറാറി അടി കൂടുന്ന പോലെയാണ് അവർ അടി കൂടിയത്. ആൻഡ് ഇറ്റ് വാസ് വെരി എൻ്റർടൈനിങ് ടു വാച്ച്, ഓൾദോ ബോത്ത് ഓഫ് ദം ഡിഡ് നോട്ട് സ്കോർ എനി പോയിന്റ്സ്. പക്ഷേ റെഡ് ബുളിൻ്റെ മാക്സ് വെസ്റ്റാപ്പനും റേസിംഗ് ബുൾസിൻ്റെ ലിയം ലോസനും ദേ ഓൾസോ ഫിനിഷ് 9th and 10th. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ബിറ്റ്വീൻ ദം. ആൻഡ്
ഈ ഈ ഒരു റേസിന്റെ ഏറ്റവും ഫണിയസ്റ്റ് മൊമെന്റ് ആണ് ദാറ്റ് മാക്സ് വെസ്റ്റാപ്പൻ വാസ് സ്റ്റക്ക് ബിഹൈൻഡ് പിയർ ഗാസ്ലി ഫോർ 53 ലാപ്സ്. അപ്പം ഒരു ആൽപിനെ ഓവർടേക്ക് ചെയ്യാൻ റെഡ് ബുളിന് പറ്റുന്നില്ല എന്ന് പറയുമ്പം, ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എനി ഡ്രൈവർ, ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡ്രൈവേഴ്സ് ഓഫ് ഓൾ ടൈം തന്നെ പറയാം. മാക്സ് വെസ്റ്റാപ്പൻ ആണ് കാറിന്റെ പിന്നിൽ. ആൻഡ് ഇഫ് ഏതോ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു, വെൻ ഗാസ്ലി വാസ് ഓവർടേക്കിംഗ് ഹിം അഗൈൻ, പുള്ളി വേവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇറ്റ്സ് വെരി സാഡ് ദാറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ റേസിംഗ് ദാറ്റ് ദോസ് ടു ടീംസ് ആർ ഈവൻലി മാച്ച്ഡ്. അപ്പം ഹാജർ ആയാലും ലോസൺ ആയാലും ലിൻബ്ലാഡ് ആയാലും ദേ ആർ വെരി സ്കിൽഡ് ഡ്രൈവേഴ്സ്. സോ it is interesting for us to watch them battling, but it is also funny that ഈ second team is given the first team a big challenge. നമ്മൾ ഇതുവരെ മാക്സ് വെസ്റ്റാപ്പിന്റെ ടീമേറ്റ് പോലും മാക്സ് വെസ്റ്റാപ്പിനെ ചാലഞ്ച് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് ഫണി ടു സീ ദം. ആൻഡ് ഐ തിങ്ക് ആസ് എ ടീം റേസിംഗ് ബുൾസ് റീസെൻ്റ്ലി ആർ സ്കോറിംഗ് മോർ പോയിന്റ്സ് ദാൻ റെഡ് ബുൾ. അപ്പം ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ഞാൻ വേറൊരു കാര്യം കേട്ടെന്ന് വെച്ചാൽ മാക്സ് ഹാഡ് ന്യൂവർ പാർട്സ്, ന്യൂവർ അപ്ഡേറ്റ്സ് ഇൻ ദിസ് റേസ് കമ്പയർഡ് ടു ഹജാർ. അപ്പോൾ അവർ ദേ ആർ രാഹുലേട്ടൻ പറഞ്ഞ പോലെ ദേ ആർ ഓൾറെഡി വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അതിൽ ന്യൂ അപ്ഡേറ്റ്സ് ആണ് മാക്സിന് കിട്ടിയത്. സോ ലെറ്റ് സീ ഹൗ ദാറ്റ് ഈസ്. ആൻഡ് ഞാൻ കഴിഞ്ഞ റേസ് റിവ്യൂവിൽ പറഞ്ഞ പോലെ ഐ എം പ്രിറ്റി ഷുവർ മാക്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ദാറ്റ് കാർ വിൽ ബിക്കം മോർ ആൻഡ് മോർ അറ്റ്യൂൺ ടു മാക്സ്. അപ്പം ഹാജാർ അതെങ്ങനെ കോപ്പി ചെയ്യുന്നും നമുക്ക് കണ്ടറിയാം. കാരണം ഹിസ്റ്റോറിക്കലി ഇറ്റ് ഹാസ് നോട്ട് ബീൻ വെരി പ്ലസൻറ്റ് ടു ഹാവ് ദാറ്റ് സെക്കൻഡ് റെഡ് ബുൾ സീറ്റ്. ബട്ട് ലെറ്റ്സ് സീ, ഐ എം ഷുവർ ദേ വിൽ ബൗൺസ് ബാക്ക് ആൻഡ് ഹോപ്പ്ഫുള്ളി ദേ ആർ നോ ലോങ്ങർ എ മിഡ് ടീം ആൻഡ് ദേ ആർ ഏബിൾ ടു ഗോ അപ്പ് ഇൻ ദ ഫ്രണ്ട്. ഈ റെഡ് ബുള്ളിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. റെഡ് ബുള്ള് കുടിച്ച ആൾക്കാർക്ക് അറിയാം, റെഡ് ബുള്ള് കുടിച്ച ഭയങ്കര ഷുഗർ റഷാ. പിന്നെ 2-3 മണിക്കൂറിന് മാരക എനർജി ആയിരിക്കും. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങ് തളർന്ന് തരിപ്പടാവുക, നേരെ ബെഡിൽ പോയി കിടക്കുക. ആ ഒരു ഫീലിംഗാ. ശരിക്കും ആ ഒരു ഫീലിംഗ് ആണ് ഫെറാറിന്റെ സ്ട്രേറ്റ് സ്റ്റാർട്ട് കാണുമ്പോൾ. ഒരു ഷുഗർ റഷ് കയറിയ മാതിരി അവന്മാര് റേസിലായിരുന്നു, എന്താ പറയാ, ചാടി കയറി ഫസ്റ്റും സെക്കൻഡും അടിച്ച് പോക്കുക. പക്ഷെ ആസ് ദ റേസ് പ്രോഗ്രസസ് അവരുടെ എനർജി ഇങ്ങനെ ചോർന്ന് പോകണ മാതിരിയാണ്. നമ്മള് ഹാമിൽട്ടന്റെ വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് പുകയൊക്കെ വരുന്നത് കണ്ടു. എന്താ പറയാ, അത് വണ്ടിയിലെ പ്രശ്നമാണോ അതോ എന്താ പറയാ റേസ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഹാമിൽട്ടന്റെ ആത്മാവ് ആ വണ്ടിയിൽ നിന്ന് വിട്ടു പോകുന്നതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതായത് ഹാമിൽട്ടന്റെ ഒരു മോട്ടിവേഷൻ, ന്യൂലി ഫോൺ മോട്ടിവേഷൻ പുകയായി പോകുന്നതാണെന്നൊക്കെ വരെ നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. പക്ഷെ ഫെറാറി ആ തുടക്കത്തിലൊരു 10-15 ലാപ്പ് ശേഷം പിന്നെ അങ്ങോട്ട് ആ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താ പറയാ, ഹിസ്റ്റോറിക്കലി ഫെറാറിക്കുള്ള ഒരു പ്രശ്നമാണോ എന്ന് വെച്ചാൽ അല്ല. അവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ടയർ ഡിഗ്രഡേഷൻ. ഈ ഒരു ജാപ്പനീസ് ഗോൺഫീൽഡ് ടയർ ഡിഗ്രഡേഷൻ എല്ലാവർക്കും ഏകദേശം ഈക്വൽ ആയിരുന്നു. പിറേലി എന്താ പറയാ ഹാർഡസ്റ്റ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് ആണ് റേസിന് കൊണ്ടുവന്നു. അതുകൊണ്ട് വലിയ നമ്മൾ ഡിഗ്രഡേഷൻ കണ്ടിട്ടില്ലെങ്കിലും ഫെറാറിക്ക് ബീൻ എ ഡ്രൈവർ ഓറിയന്റഡ് ട്രാക്ക്, 2 നല്ല ഡ്രൈവേഴ്സും നന്നായിട്ട് എന്താ പറയുക ആ ട്രാക്കിൽ പെർഫോം ചെയ്യാൻ കാലിബർ ഉള്ള ആണെങ്കിൽ പോലും somehow they are losing behind. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഗവേഷണത്തിൽ ഞാൻ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, അവർ ഈ ആദ്യത്തെ ഒരു 10-15 ലാപ്പിൽ ഭയങ്കരമായിട്ട് എഞ്ചിൻ മാപ്പിംഗ് ഒക്കെ ഹൈ ആക്കിയിട്ട് ട്രാക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി നോക്കുക. എന്നിട്ട് പിന്നെ സേവിങ്സ് മോഡിലോട്ട് മാറുകയാണെന്നാണ് ഇപ്പോൾ എന്താ പറയുക നമ്മൾ ത്രെഡ്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരോ F1 റിലേറ്റഡ് പേജസും പിന്നെ അല്ലാണ്ടുള്ള കോണ്ടന്റും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഫെറാറിക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് പോലും കമ്പയർഡ് ടു ദ മെർസിഡീസ്. ദേ ആർ റണ്ണിങ് ഹോട്ടർ. അതായത് ആദ്യത്തെ ഒരു 15-25% ഓഫ് ദ റേസ് ഇവർ നന്നായിട്ട് ഫ്യൂൽ ഉപയോഗിച്ചിട്ട് പിന്നെ അവർ എന്താ പറയുക ഫ്യൂൽ സേവിങ് മോഡിൽ വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ഫ്രെഡ് വെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക മയാമിയിലൊരു പുതിയ ചലഞ്ച് എന്താ പറയുന്നത് തുടക്കമായിരിക്കുന്നു. പക്ഷേ എന്ത് തരത്തിലുള്ള തുടക്കമാണെന്ന് മൂപ്പര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഫെറാറിക്ക് അനുകൂലമായ തുടക്കമാണോ പ്രതികൂലമായ തുടക്കമാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. പിന്നെ ക്ലിപ്പിങ്ങിന്റെ പെനാൽറ്റി നമ്മൾ ആസ് നമ്മളെ ഇഞ്ചിന്റെ മേലെ ഡിപ്പെൻഡൻസി കുറയുമ്പോൾ, ബാറ്ററിന്റെ മേലെ ഡിപ്പെൻഡൻസി കൂടുമ്പോൾ ക്ലിപ്പിങ്ങിന്റെ എഫക്റ്റ് കൂടുകയാണ്. മെർസിഡീസ് ഞാൻ മനസ്സിലാക്കിയത്തോളം ഫുൾ സ്ട്രെയിറ്റിൽ ഫുൾ സ്പീഡിൽ പോകുമ്പോഴും
ബാറ്ററി റീചാർജ് ചെയ്ത് ചെറിയൊരു തോതിൽ ബാറ്ററി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സംവിധാനം മെഴ്സഡീസിന്റെ വണ്ടിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഫെറാറിനെ സംബന്ധിച്ചോളം നമ്മൾ ഡീസലറേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡീറേറ്റിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ സൂപ്പർ ക്ലിപ്പിംഗ് നടക്കുമ്പോഴാണ് ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഫെറാറിൻ്റെ ഒരു റേസ് പേസ് കണ്ടിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഇന്റർവ്യൂവിൽ എവിടെയോ പറഞ്ഞു തോന്നുന്നു അവർക്ക് എന്താ പറയുക, പീക്ക് പവർ അവരുടെ ഫോക്കസ്, പക്ഷെ റേസ് ട്രിം എഫിഷ്യൻസി അവരെപ്പോഴും ഒരു വലിയൊരു വീക്ക്നെസ് ആയിട്ടാണ്. ഈ ഫെറാറിയുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ 3 പേരും സന്തോഷിച്ചൊരു കാര്യമാണ് ഹാമിൽട്ടന്റെ സന്തോഷം കണ്ടപ്പോൾ. പക്ഷെ ഇപ്പോൾ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ആ സന്തോഷത്തിന് അധികം ആയുസില്ല എന്നാണ് എന്താ പറയാ നമുക്ക് തോന്നുന്നു, അല്ലേ കാർത്തിക്? അതെ, നമ്മൾ കഴിഞ്ഞ റേസ് റിവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഹാമിൽട്ടൺ സ്പ്രിന്റ് വിന്ന് ചൈനയിൽ അടിച്ചപ്പോഴും നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ എന്തോ ഐ ഫീൽ ലൈക്ക് ചൈന ഈസ് വെരി ലക്കി ഫോർ ലൂയിസ്. അപ്പം അത് ഏത് കാറിലായാലും ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ലക്കി ഫോർ ഹിം. അപ്പം ഈ ഫ്രീ പ്രാക്ടീസ് 1-ലോ 2-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വെൻ ഹി കെയിം ഓൺ ദ റേഡിയോ ആൻഡ് ഹി സെഡ് ദാറ്റ് തീരെ കാറിൽ കോൺഫിഡൻസ് ഇല്ല, ഹി ഈസ് ഫീലിംഗ് വെരി പേസ് ഇല്ല തീരെ, ലൈക്ക് ആ ഒരു ബാലൻസ് പുള്ളിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഈ വീക്കെൻഡ് വിൽ നോട്ട് ബി ഗ്രേറ്റ് ഫോർ ഹിം. അപ്പം ബട്ട് വിത്ത് ഷാർൽ ലെക്ലർ വി സോ ദാറ്റ് അറ്റ് ദി എൻഡ് ഷാളിന് തിരിച്ച് പോഡിയത്തിലേക്ക് കയറാൻ പറ്റി. ഐ തിങ്ക് ഹി വാസ് റണ്ണിങ് P5 or P6 അറ്റ് വൺ പോയിന്റ്. ലൂയിസിനെയും റസലിനെയും ഓവർടേക്ക് ചെയ്തിട്ട് ഹി കുഡ് ഗെറ്റ് ദാറ്റ് P3. അപ്പം എനിക്ക് തോന്നുന്നത് ദർ ഈസ് ഹോപ്പ് ഇൻ ദ കാർ. ബട്ട് ദിസ് വീക്കെൻഡ് എന്തോ മേ ബി ഹാമിൽട്ടൻ്റെ റേസ് എഞ്ചിനീയറും ഹാമിൽട്ടനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനിലോ ദർ മസ്റ്റ് ഹാവ് ബീൻ എ മിസ് മാച്ച്. ആൻഡ് ആ കാറിൻ്റെ ബാലൻസ് തീരെ ശരിയായില്ല എന്നാണ് ലൂയിസ് പറഞ്ഞത്. ബട്ട് അപ്പം നമ്മൾ ചൈന കഴിഞ്ഞപ്പം പ്രതീക്ഷിച്ച ആ ഒരു ലൂയിസ് തിരിച്ച് വന്നില്ലെങ്കിലും ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഫ്രെഡിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു ഹോപ്പാണ് കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവാണോ നെഗറ്റീവായിട്ടാണോ എഫക്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല. ബട്ട് വി നീഡ് ടു സീ ലൂയിസ് ബാക്ക് ഓൺ ദ പോഡിയം. അപ്പം അതിപ്പോൾ ഷാളിനായാലും നമ്മൾ കണ്ടതല്ല, കഴിഞ്ഞ റേസിൽ ഈവൻ ഷാൾ അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഹാവിങ് ഫൺ റേസിംഗ് വീൽ ടു വീൽ വിത്ത് ലൂയിസ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ റേസിൽ ഏറ്റവും ബെസ്റ്റ് ഓവർടേക്ക് വാസ് ഓൾസോ വെൻ ഷാൾ വെൻറ്റ് അറൌണ്ട് ദി ഔട്ട്സൈഡ് ഓഫ് ടേൺ 1 ടു ഓവർടേക്ക് ലൂയിസ്. അപ്പം whenever the two Ferraris come together, it is really nice. അപ്പം I would love to see more of that, and I would love to see Lewis being the 7-time world champion that he is. അപ്പം I feel hopeful. I feel like Ferrari have something hidden that they are planning to bring out. And ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടു, അതിന് സത്യമാണോ അതാണോന്ന് അറിയില്ല, ദാറ്റ് ഫെറാറി ഇപ്പം ഉപയോഗിക്കുന്ന പവർ യൂണിറ്റ് ഇസ് നോട്ട് ദെയർ ഫൈനൽ അപ്ഡേറ്റ്. ഫെറാറിക്ക് വേറൊരു അപ്ഡേറ്റ് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഐ എം ഹോപ്പിംഗ് ടു സീ ദാറ്റ് ഇൻ മയാമി ഓർ മേ ബി ഈവൻ ഇൻ മോണക്കോ. ബട്ട് ലെറ്റ് സി. കാരണം മോണക്കോയിൽ ഷാളിനെ പോളിൽ കയറ്റുക എന്നുള്ളത് ഫെറാറിയുടെ ഒരു ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. അപ്പം ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചർ വിത്ത് ലൂയിസ് ആൻഡ് ഫെറാറി. അതെ, വാട്ട് ഹാപ്പൻസ് ഇൻ മയാമി അല്ലേ രാഹുൽ? വാട്ട് വിൽ ഹാപ്പൻ? മയാമി അതെ, ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു റേസാണ്. ഈ പറഞ്ഞ പോലെ പുതിയ കംപ്രഷൻ റേഷ്യോയുടെ മുന്നേ സംസാരിച്ച പോലത്തെ ചേഞ്ച്. പിന്നെ FIA ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോന്നും അറിയില്ല. അതും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ലോങ് ബ്രേക്ക് കഴിയുമ്പോഴേക്കും ടീംസിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേ ഡോണ്ട് ഹാവ് ടു ട്രാവൽ അറൗണ്ട്. ഫുൾ ഫോക്കസ് ഇനിയിപ്പോൾ സിംസിലും ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ മയാമി ആസ് എ റേസ് കുറച്ച് ഷഫിൾ ആവാൻ സാധ്യതയുണ്ട്. വലിയ ഡ്രാസ്റ്റിക് ആയ ചേഞ്ചസ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ഈ മെഴ്സഡസ് എഞ്ചിന്റെ ഡിഫറൻസ്. അത് ഈ പറഞ്ഞ പോലെ ആൽപിനെയും ഇപ്പൊ എഫക്ട് ചെയ്യും. ഇപ്പൊ ആൽപിൻ ഈസ് കറന്റ്ലി ഹെഡ് ഓഫ് റെഡ് ബുൾസ് ആൻഡ് റേസിംഗ് ബുൾസ്. അപ്പൊ അവരെ എഫക്ട് ചെയ്യും. അപ്പൊ മെഴ്സഡസ് എഞ്ചിനെ ഇറ്റ്സ് എഫക്ടിങ് ഹോൾ ത്രൂ ഔട്ട് ദ ഗ്രിഡ്. അത് എഫക്ട് ചെയ്യും. അപ്പൊ മയാമി ഒരു ചോദ്യചിഹ്നം, ഒരു ഇൻട്രസ്റ്റിംഗ് റേസ് ആഫ്റ്റർ 1 month. അപ്പോൾ നോക്കാം, വിൽ വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഈ പറഞ്ഞ ഹാമിൽട്ടന്റെ കാര്യം സംസാരിച്ച പോലെ ഐ ഡോണ്ട് തിങ്ക് കഴിഞ്ഞ മുന്നത്തെ 2 സീസണിലെ ഹാമിൽട്ടൺ ഐ ഡോണ്ട് തിങ്ക് ഹീൽ റിവേർട്ട്.
I'm hoping കഴിഞ്ഞ റേസ് കഴിഞ്ഞാൽ there were telemetry data that came out saying ആളുടെ battery was not recharging up to the limit. അപ്പോൾ maybe that might be the issue. Even Norris was saying when he overtook Hamilton, എനിക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, കാർ തന്നെ പവർ വന്നു, ഞാൻ ഓവർടേക്ക് ചെയ്തെന്നാണ് നോറിസ് പറഞ്ഞത്. അപ്പോൾ വിൽ സി. അപ്പോൾ എക്സൈറ്റിംഗ് റേസ് അല്ല, എക്സൈറ്റിംഗ് ഇൻ എ വേ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, എല്ലാ ത്രൂ ഔട്ട് ദി ഗ്രിഡ് ദർ ആർ ലോട്ട് ഓഫ് ഓവർടേക്സ് ടു ആൻഡ് ഫ്രോ, യോയോയിങ് എന്നൊക്കെ പറയാം. പക്ഷെ കാരണം മുന്നത്തെ പോലെ മുന്നേ ഈ പറഞ്ഞ പോലെ ലെക്ലർക്കിന്റെ ഗേൾഫ്രണ്ട്, പിന്നെ വൈഫ്, അങ്ങനെ പലരെയും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു F1. ഇപ്പൊ കഴിഞ്ഞ റേസിൽ ഐ ഡോണ്ട് തിങ്ക് ദേ ഗോട്ട് ടൈം ടു ഷോ എനിവൺ. ഫുൾ ആക്ഷൻ തന്നെയായിരുന്നു, പല ആക്ഷൻ മിസ് ചെയ്യണം കണ്ടു. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഫ് ഹാപ്പനിങ്. ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് അല്ലാതെ ഒരു കുറച്ചും കൂടെ ഓർഗാനിക് ആക്കിയ, ഐ തിങ്ക് ദിസ് ഈസ് എക്സൈറ്റിംഗ് ടൈംസ് ഫോർ F1. DRS പോലെ ആയിരിക്കില്ല. അപ്പോൾ ഇഫ് ദേ റിഫൈൻ ഇറ്റ് എ ബിറ്റ് മോർ ബിഫോർ മയാമി, ഐ തിങ്ക് F1 will become more exciting. Don't think so. I would like to look at the positives for F1, or fingers crossed that this will be an more exciting season. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്. ജപ്പാൻ ഈ ആദ്യത്തെ 3 റേസും കഴിഞ്ഞ ശേഷം പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗ്യാപ്പാണ്. അവർക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു 5 ആഴ്ചത്തെ ലീവാണ്. അത് പല ടീമിനെ സംബന്ധിച്ചോളം ഡെവലപ്മെന്റ് റേസ് തന്നെ ആയിരിക്കും ഈ ഒരു 5 ആഴ്ച. അവർക്ക് അവധി ഉണ്ടാവില്ല, ഡ്രൈവർമാർക്ക് റെസ്റ്റ് ആയിരിക്കും. എന്താ പറയുക, പക്ഷെ പോണ മുമ്പേ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് നമ്മളുടെ ഡ്രൈവർ ഓഫ് ദ ഡേ, നമുക്ക് 3 പേർക്കും റേസ് കണ്ട ശേഷം നമുക്ക് 3 പേർക്കും നമ്മുടേതായ ഒരു പ്രിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ തന്നെ തുടങ്ങാം. എന്നെ സംബന്ധിച്ചോളം ഡ്രൈവർ ഓഫ് ദ ഡേ ഈ വീക്കെൻഡ് പിയർ ഗാസ്ലി തന്നെ ആയിരുന്നു. ആ 6 വർഷത്തെ എന്താ പറയുക, റെഡ് ബുളിന് പുറത്താക്കിയ ആ തനി ദേഷ്യം, എന്താ പറയുക, ഒരു വെൽ ഡിസേർവ്ഡ് റിവെഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. മാക്സ് വെസ്റ്റാപ്പൻ എന്ന ഐക്കോണിക് ഡ്രൈവർ, എന്നൊരു സ്റ്റാർ സ്റ്റഡഡ് ഡ്രൈവറിന് കാരണം സീറ്റ് പോയ, ഒരു പരിധി വരെ സീറ്റ് പോകാൻ കാരണമായ മാക്സ് വെസ്റ്റാപ്പനും പിടിച്ചു നിർത്തി. ആ ഒരു എൻറ്റയർ നമ്മൾ ആ ഫീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർമുല 1 കുറച്ചും കൂടി ആ മിനി ബോക്സസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, റീപ്ലേ കാണിക്കാനും ബാക്കിയുള്ള ആക്ഷൻ കാണിക്കാനും. ഈ ജാപ്പനീസ് റേസ് വീക്കെൻഡിന് ആ ഒരു മിനി ബോക്സ് മൊത്തത്തിൽ റെഡ് ബുൾ വാടകയ്ക്ക് എടുത്ത മാതിരിയിരുന്നു. കാരണം അതിൽ അതേ അവരെ കാണിച്ചെന്നുള്ളൂ. വേറെ ഒന്നെങ്കിൽ മാക്സ് വെസ്റ്റാപ്പൻ, ഗാസ്ലി, അല്ലെങ്കിൽ ഹാഡ്ജർ വേഴ്സസ് ലിംലാഡ്, റെഡ് ബുള്ളേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മിനി ബോക്സിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഡ്രൈവർ പിയർ ഗാസ്ലിയാണ്. കാരണം ആ മെർസിഡീസ് പവർ യൂണിറ്റ്സിൽ മെക്ലാരനും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൽപീൻ ബീൻ എ മെർസിഡീസ് കസ്റ്റമർ ആൻഡ് ഔട്ട് പെർഫോമിങ് ദ കാർ എന്ന് തന്നെ പറയാം. കാരണം കൊലപ്പിന്തോ എവിടെ ഉണ്ടായിരുന്നില്ല, കൊലപ്പിന്തോ വാസ് ഇൻ ദ ലോവർ എൻഡ് ഓഫ് ദ ഗ്രിഡ്. പക്ഷേ പിയർ ഗാസ്ലി ക്വാളിഫയിങ്ങും സ്ട്രോങ് പെർഫോമൻസ് ആൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ഡ്രൈവ് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു എന്താ പറയുക, ഒരു അറിയിപ്പായിരുന്നു. അതായത് ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാനൊരു വാഷ്ഡ് ഔട്ട് ഫോർമുല 1 ചാമ്പ്യൻ അല്ല, എൻ്റെ അടുത്ത് ഇപ്പോഴും കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പിയർ ഗാസ്ലിൻ്റെ. ഹോപ്പ്ഫുള്ളി ടോപ്പ് ടീംസ് ആരെങ്കിലും നോട്ടീസ് ചെയ്ത്, പണ്ട് സെർജിയോ പെരസിന് റെഡ് ബുള്ളിലോട്ട് ഒരു വിളി വന്ന മാതിരി ഭാവിയിൽ ചിലപ്പോൾ പിയർ ഗാസ്ലിക്ക് ഒരു ടോപ്പ് ടീമിലോട്ട് ഒരു വിളി വരായികയില്ല. ആൻഡ് ഇറ്റ് ഇസ് ഹിസ് ടാലന്റ്. ആ മൂപ്പര ടാലന്റ് കാരണം തന്നെയാണ് മൂപ്പര് പ്ലീസ് സ്പോർട്ടിൽ ഉള്ളത്. കാരണം അല്ലെങ്കിൽ അത്ര ഇപ്പോൾ ഏകദേശം 10 വർഷത്തിനടുത്തായി തോന്നുന്നു പിയർ ഗാസ്ലി ഫോർമുല 1 സ്പോർട്ടിൽ. അത് പറഞ്ഞപ്പോൾ ചെറിയൊരു സെഗ്വേ, സെർജിയോ പെരസ് ഈ വീക്കെൻഡ് 15 വർഷം തികഞ്ഞു. അത് ഡയറക്ട്ലി കോറിലേറ്റ്സ് ടു മൈ ഫോർമുല 1 ഫാൻ കരിയർ. ഞാനൊരു 15 വർഷം മുമ്പെയാണ് ഫോർമുല 1 എന്ന സ്പോർട്ടിനെ എന്താ പറയുക നിരന്തരമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. 16 വർഷമായി ആക്ച്വലി. കാരണം 2011 സെർജിയോ വരുന്നത്. 2010 എന്താ പറയുക, സെബാസ്റ്റ്യൻ വെറ്റലിന്റെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഫുൾ ഫോർമുല 1 സീസൺ ആസ് എ ഫാൻ. സോ എന്നെ സംബന്ധിച്ചുള്ള അതൊരു ആനിവേഴ്സറി ആയിരുന്നു ഈ റേസ് വീക്കെൻഡ്. ബട്ട് യാ, പിയർ ഗാസ്ലി awesome performance. My driver of the day, കാർത്തികിന്റെ ഡ്രൈവർ ഓഫ് ദ ഡേ ആരായിരുന്നു? എൻ്റെ ഡ്രൈവർ ഓഫ് ദ ഡേ ഇസ് വിത്തൗട്ട് എ ഡൗട്ട് ഓസ്കർ പിയാസ്ട്രി. അത് വേണമെങ്കിൽ ബയസി എന്ന് തന്നെ പറയാം. കാരണം ഐ ഹവ് ഓൾവേസ് സെഡ് ദാറ്റ് ആഫ്റ്റർ ലൂയിസ് ഐ വിൽ ഓൾവേസ് മൈ ഹാർട്ട് വിൽ ഓൾവേസ് ഫോളോ ഓസ്കർ പിയാസ്ട്രി. കാരണം എൻ്റെ ഒരു ഒപ്പീനിയനിൽ
he has all the attributes of a possible world champion. അതായത് he is very calculated, ഭയങ്കര calm under pressure ആണ്. You will never see Oscar Piastri lose his cool except കഴിഞ്ഞ വർഷം എന്താ സിൽവർ സ്റ്റോണിൽ ആ ഇൻസിഡൻറ്റിൽ മാത്രമാണ് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് സീൻ ഹിം ലൂസ് ഹിസ് കൂൾ. പക്ഷെ അല്ലാണ്ടും he learns from his mistakes. He's very നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഹീസ് ഓൾസോ വെരി ടാക്ടിക്കലി സൗണ്ട് ആൻഡ് അത് നമ്മൾ ഈ റേസിലും കണ്ടു. ലൈക്ക് വിത്തിൻ ദ ഫസ്റ്റ് 5 ലാപ്സ് പുള്ളിയുടെ റേസ് എഞ്ചിനീയറോട് പറഞ്ഞിരുന്നു, അതായത് ഇഫ് വി ക്യാൻ കീപ് ദിസ് അപ്പ് ഐ തിങ്ക് വി ക്യാൻ കീപ് ദ ലീഡ്. അപ്പോൾ അത് ആ ഒരു സേഫ്റ്റി കാറിൽ ഐ തിങ്ക് മേ ബി ഹി ഓൾസോ ലോസ്റ്റ് ദാറ്റ് ലീഡ് വിത്ത് ദാറ്റ് സേഫ്റ്റി കാർ. അത് പുള്ളിയുടെ റേസ് എഞ്ചിനീയറും പറഞ്ഞു ലാസ്റ്റ് മേ ബി ദ സേഫ്റ്റി കാർ കോസ്റ്റ് അസ് ദ വിൻ. പക്ഷെ എന്നാലും he did very well and ലാസ്റ്റ് പുള്ളിയുടെ ആ ഒരു ഐക്കോണിക് റേഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഐ തിങ്ക് ഹീ ഈസ് ഡെഫിനറ്റ്ലി ഡ്രൈവർ ഓഫ് ദ ഡേ. ഹി മെയ്ഡ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഹി ഹാഡ് എ ഗ്രേറ്റ് സ്റ്റാർട്ട്. ജോർജ് റസലിനെയും കിമിനെയും ഫസ്റ്റ് ടേണിന് മുന്നേ തന്നെ ഓസ്കർ കവർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് മെക്ലാറൻസിന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാർ ഡെലിവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ along with Lando Norris, I think both of them will be doing very well this season. Rahul, driver of the day. ടഫാണ്. കുറച്ച് there are good performances like Pierre Gasly, കുറെ കാലത്തെ കടം വീട്ടി. Also Gasly has always been a great driver, aggressive driver. മാക്സിനെ ഒപ്പം ആ അഗ്രഷൻ കാണിക്കാറ്റുള്ള ഡ്രൈവർ. നെവർ ഹാഡ് ദ കാർ, ഇപ്പൊ കിട്ടിയെന്ന് തോന്നുന്നു. അതേപോലെ പിയാസ്ട്രി, മേ ബി സേഫ്റ്റി കാർ ഡിഡ്ന്റ് ഹാപ്പൻ. പുതിയ റേസ് വിന്നർ, പുതിയൊരു ടീം ഈ സീസൺ ജയിച്ച കാണായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അവരൊക്കെ അറിയാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ദർസ് വൺ ഗുഡ് പെർഫോമൻസ്. ആന്റണലി ഇപ്പോഴും ആലോചിക്കേണ്ടതാണ്, എത്ര 18 വയസ്സായെന്ന് തോന്നുന്നു അല്ലേ? യങ്ങസ്റ്റ് റേസ് വിന്നർ ഇപ്പോ ബാക്ക് ടു ബാക്ക്, നോട്ട് ദ യങ്ങസ്റ്റ് റേസ് വിന്നർ ബട്ട് യങ്ങസ്റ്റ് ബാക്ക് ടു ബാക്ക് റേസ് വിന്നർ ഐ തിങ്ക്. അപ്പോ also youngest person to lead the world championship. First teenager to lead the world championship. കിമി ഫസ്റ്റ് ഈ പറഞ്ഞ റീസ്റ്റാർട്ടിൽ 6th ആയി കഴിഞ്ഞ ഈസി ടു ലൂസ് the confidence or get upset, or you never see him upset on the radio or anything. He just gets to work. പ്രാവശ്യം സേഫ്റ്റി കാർ worked in his favor a bit, but still he was making progress through the field. And in clear air, he really had the pace. അവസാനം ഗ്യാപ്പ് കണ്ട 15 second. And you should, take into consideration just second season ആണ്, ഒരു ടോപ്പ് ടീമിലെത്തി. ബട്ട് ഹി ഈസ് പെർഫോമിങ്, ഈസ് ഡൂയിങ് വാട്ട് ഹി നീഡ്സ് ടു ഡു. സെക്കൻഡ് റേസ് വിൻ, ജോർജിന്റെ 24 റേസ് വിൻ കാണണോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് നൗ 2 ആന്റണലി 1 ജോർജ്. അപ്പൊ തന്നെ ദർ ഈസ് എ ചാലഞ്ച്. ജോർജ് വിചാരിച്ച പോലെ ആയിരിക്കില്ല. അപ്പോൾ ആസ് ഫാൻസ് ഓൾസോ ഇറ്റ്സ് ഗുഡ് ടു സീ 2 ഡ്രൈവേഴ്സ് അറ്റ് ഇറ്റ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനി ടീം ഓർഡേഴ്സ്, this negates the options of having team orders. റസൽ ഇപ്പൊ സെക്കൻഡ് ആണെങ്കിൽ കിമിയോട് ഇനിയിപ്പോ മാറാൻ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഹൗ ഇസ് ലീഡിങ് കംഫർട്ടബിളി നൗ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിമി റേസിനിലൂടെ നേടിയിട്ടുണ്ട്. അപ്പൊ അതും ആസ് ഫോർമുല 1 ഫാൻസ് നമുക്ക് it's good. So for me, I think Kimi will be the driver of the day. Although it was not a perfect weekend, not a great weekend, but regarding considering all the other factors, I think he did what he needs to do. Maximum points, pole, he took it. Yeah. And so that's pretty much it. അങ്ങനെ നമ്മളെ ഈ ഒരു ജാപ്പനീസ് റേസ് റിവ്യൂ പോഡ്കാസ്റ്റ് ഒരു സമാപനത്തിലോട്ട് അടുത്തിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഓൾ. ഇറ്റ്സ് ബീൻ എ പ്ലഷർ. ഈ ഒരു കോണ്ടന്റ് ഞങ്ങൾ റിയലി എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാച്ച് അലാങ്സും ഈ ഒരു അതിന് ശേഷമുള്ള ഈ റേസ് റിവ്യൂ പോഡ്കാസ്റ്റും നിങ്ങളും ഇത് എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലിൽ ഇനിയും ഫോർമുല 1 റിലേറ്റഡ് കണ്ടന്റ്സ് ഉണ്ടാവും. ഇനി ഏകദേശം 5 ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിനിടയ്ക്ക് പല ഫോർമുല 1 ന്യൂസും വരാനുണ്ട്. ജോണത്തൻ വീട്ടിൽ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, ആസ്റ്റൺ മാർട്ടിൻ എന്ത് ചെയ്യും ഈ ഒരു 5 ആഴ്ച? കാഡിലാക്ക് ഈ 5 ആഴ്ച എന്ത് ചെയ്യും? റെഡ് ബുൾ എന്ത് ചെയ്യും?
മാക്സ് വെസ്റ്റാപ്പൻ ഈ 5 ആഴ്ച എത്ര റേസിൽ പങ്കെടുക്കും, വേറെ ഏതൊക്കെ റേസിൽ പങ്കെടുക്കും എന്ന് നമ്മൾ കാണാനുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കാനുണ്ട്. FIA-ന്റെയും ഫോർമുല 1-ന്റെയും ഒക്കെ മീറ്റിംഗ് വരുന്നുണ്ട് റിഗാർഡിങ് റെഗുലേഷൻ. സോ പ്ലീസ് കീപ് ഇൻ ടച്ച്, പ്ലീസ് ഫോളോ അവർ സോഷ്യൽ മീഡിയ ചാനൽസ്, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാ ന്യൂസും ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡു റൈറ്റ് ടു അസ്. നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഇത് കൂടാതെ ഏതെങ്കിലും കണ്ടന്റ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വി ആർ മോർ ദൻ ഹാപ്പി ടു അക്കോമഡേറ്റ്. Thank you all for joining, and see you next time. It's me, Siddharth, with Rahul and Karthik signing off. Thank you. Bye, guys. Bye.